ഹായ് നന്ദീപ. അപ്പം നമ്മുടെ Q&A സീരീസ് കണ്ടിന്യൂ ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എമ്മിലാണ് ചോദിച്ചേക്കുന്നത്. ഹൗ ടു നാവിഗേറ്റ് പ്രൊഫഷണൽ ലൈഫ് അലോങ് വിത്ത് കരിയർ. ഐ എം ഫാദർ ഓഫ് 2 under 5, tied in IT job for survival. I don't know much about the job I'm doing. I also have to manage my home chores, mostly as my wife works as a nurse and has night shifts. So I'm not immersed in my job. The deadlines for my tickets keep shifting because of my lack of involvement. Glad if you throw some light on this. ഇത് ഒത്തിരി നാൾ മുന്നേ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. എനിക്കിപ്പോഴാണ് ഇതിൻ്റെ മറുപടി, ശരിക്കും പറഞ്ഞാൽ എനിക്കിതിന് വലിയ മറുപടി ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതിന് നമുക്ക് പറയാൻ, നമുക്ക് തിയറട്ടിക്കലി ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിലും പ്രാക്ടിക്കലി അത് എത്രത്തോളം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ ഒരു മെൻ്റൽ കേപ്പബിലിറ്റി പോലൊക്കെ ഇരിക്കുവേ. സോ അതുകൊണ്ട് എനിക്കും അറിയത്തില്ല ഇത് പറഞ്ഞു തന്നിട്ടും കാര്യമുണ്ടോ. പിന്നെ ഇതിനെനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാനൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ ആയിപ്പോയി. കാരണം ഇത് ഭയങ്കരമായിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്നു, അത് ആണുങ്ങൾ മാത്രമല്ല. പക്ഷെ എനിക്കിത് ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഒരു ചാനലിൽ ഞാൻ വിചാരിച്ചു കൂടുതലും നമുക്ക് വരുന്ന ഓഡിയൻസ് എന്ന് പറയുന്ന ഒരു ലേഡീസ് ആണ് കൂടുതലും ഓഡിയൻസ് എന്നുള്ളതാണ്. പക്ഷെ ആണുങ്ങളും ഇത് കാണുന്നുണ്ട്, അല്ല അവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിന് ആദ്യം തന്നെ ഞാൻ അതുപോലെ ഇത് ഓപ്പണായിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതും ഒരു മാറ്റമാണ്. നമുക്ക് ആ സൈഡിൽ നിന്നും കൂടെ ചിന്തിക്കാൻ, അതായത് അവരുടെ പെർസ്പെക്റ്റീവ് നിന്നും കൂടെ ചിന്തിക്കാനും അല്ലെങ്കിൽ അവരും ഇതുപോലുള്ള സ്ട്രഗിൾസിൽ കൂടെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അതൊരു അതൊരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പം ഇതിന് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഇതിപ്പോൾ സാധാരണ നോർമലി ഒരു അമ്മയുടെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അതൊരു അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മളിത് എത്ര പറഞ്ഞു കൊടുത്താലും എത്രത്തോളം അവർക്കത് ശരിയാവും അല്ല മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി എനിക്ക് ഐഡിയ ഇല്ല. കാരണം നമുക്കേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യം. ഇങ്ങനെ പറയും, ഒരു അമ്മ 3 ഷിഫ്റ്റാണ് എടുക്കുന്നത് ജോലിയാണെങ്കിൽ പോലും. ഇപ്പോൾ രാവിലെ ഒരു ഷിഫ്റ്റ്, വീട്ടിലെ ഒരു സെറ്റ് പണി കഴിഞ്ഞ് കുട്ടികളുടെ കാര്യമൊക്കെ നോക്കിയിട്ട് പിന്നെ ഓഫീസിലെ ഒരു ഷിഫ്റ്റും കഴിഞ്ഞ് പിന്നെ വന്ന് വൈകിട്ട് വീട്ടിൽ അടുത്ത നൈറ്റ് ഡ്യൂട്ടിക്ക് പിന്നെയും കയറണം. പിന്നെ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ രാത്രി അത് വേറൊരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു 3 ഷിഫ്റ്റ് കൂടെ പോകുന്നൊരു കാര്യമാണ് ഇപ്പോഴും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന കാര്യം. ഇത് തന്നെയാണ് ഒരുവിധപ്പെട്ട എല്ലാ അമ്മമാരും ഫേസ് ചെയ്യുന്നൊരു കാര്യം. അപ്പം പറഞ്ഞു തുടങ്ങാം എന്നുള്ളതേ ഉള്ളൂ. ഒന്നാമത്തെ ഇതിനകത്ത് പറഞ്ഞേക്കുന്ന IT ജോബാണെന്നുള്ളതാണ്. ഈ IT ജോബ് ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി മീറ്റിങ്സും, എനിക്കറിയത്തില്ല ഏത് ലെവലാണ് നിങ്ങളുടെ അവസ്ഥ എന്നുള്ളത്. എങ്ങനെയാണെങ്കിലും നിങ്ങൾ കോൺസ്റ്റന്റ്ലി അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും IT ജോബ് ആകുമ്പം. ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല. നമുക്കൊരു സർവൈവൽ ആണ് എങ്കിൽ പോലും നമ്മൾ പഠിക്കാണ്ട് നമുക്ക് മുന്നോട്ടൊരു രക്ഷയില്ല. ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു സാധനമില്ല. അപ്പോൾ പഠിക്കാനായിട്ട് ഒരു ടൈം മാറ്റി വെക്കണം. പിന്നെ മീറ്റിങ്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാ വരുന്നത്, അത് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് എപ്പോഴാണെന്നൊന്നും വരാൻ അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു തൊട്ട് റിപ്പോർട്ടിംഗ് ആയിട്ട് ഉള്ള ആളുമായിട്ട് ഒരു റാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കിപ്പോൾ കുഞ്ഞു പിള്ളേരായതുകൊണ്ട്, കാരണം മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഇവർ കരയുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതുപോലെ തന്നെ എംപത്തിക് ആയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഓക്കെയാണ്. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. സോ അതൊരു ഫാക്ടറാണ്. അപ്പോൾ ഒന്ന് പഠിക്കുക എന്നുള്ള ഒരു കാര്യം, അതിന് നമ്മൾ ഒരു ദിവസം ഒരു 20 to 30 minutes എങ്കിലും കൊടുക്കണം. അത് ഇപ്പം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, എനിക്കറിയത്തില്ല ഞാൻ എന്താ ചെയ്യുന്നത്, വർക്ക് എൻ്റെ ടിക്കറ്റ്സ് എല്ലാം ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ലാക്ക് ഓഫ് ഇൻവോൾവ്മെൻറ്റ് കാരണം. ലാക്ക് ഓഫ് ഇൻവോൾവ്മെൻ്റ് എന്ന് ഞാൻ പറയില്ല, നമ്മൾ ഇൻവോൾവ് ചെയ്യാഞ്ഞിട്ടല്ല, നമ്മുടെ തലയിൽ കൂടെ വേറെയും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് കുട്ടികൾ ഒരു സൈഡിലുണ്ട്, അവരെ നമുക്ക് നോക്കാതിരിക്കാൻ ഒക്കത്തില്ല. പിന്നെ വീട്ടിലെ കാര്യങ്ങളുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ തലയിൽ കൂടെ ഓടുമ്പം നമുക്കിതിൽ ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ഉള്ളതാണ്. ഇപ്പം സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ലേഡീസിനേക്കാൾ കൂടുതൽ ജെൻസിനാണ് IT ഫീൽഡിൽ നമുക്ക് ഇങ്ങനെ ഗ്രോത്ത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നു, ഒരു ആർക്കിടെക്ട് ലെവലിലേക്കൊക്കെ ഉയരാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസിന് ഒരു എക്സ്ട്രാ സംഭവം വീട്ടിൽ കിടപ്പുണ്ട്. പിള്ളേരെ നോക്കണം, പിള്ളേരുടെ കാര്യങ്ങൾ നോക്കണം, ഹൗസ് ഹോൾഡ് കാര്യങ്ങൾ നോക്കണം. അതേസമയം അത് ഇപ്പോൾ ഹെൽപ്പ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ ഒരു മെൻ്റൽ ലോഡ് തലേ കിടപ്പുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ ആണുങ്ങൾക്ക് കുറച്ചും കൂടെ സേഫാണ് സൈഡ്. ഇങ്ങനെ പുറത്ത് പോകുന്ന ആൾക്കാരുടെ കാര്യമില്ല, നോർമലി ഇപ്പോൾ കേരളത്തിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ എളുപ്പമാണ്. അവർക്ക് ഇതൊന്നും ബോധർ ചെയ്യേണ്ട ആവശ്യം പൊതുവെ, എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, പൊതുവെ അവർക്ക് കുറവാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ കുറച്ച് എക്സ്ട്രാ ടൈം ഇരുന്ന് പഠിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമുണ്ട്. പക്ഷെ ഇതാണൊരു റിയാലിറ്റി എന്ന് പറയുന്നത്. അപ്പം കമ്മിങ് ബാക്ക്, നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് കുറേയധികം കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ
ആ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് കൊണ്ടുവരാന്നുള്ള ഈ ജോലിയൊന്നും നമുക്ക് എന്തായാലും എടുത്ത് ദൂരെ കളയാൻ പറ്റില്ല. വീട്ടിലെ ജോലി മാറ്റാൻ പറ്റില്ല, പിള്ളേരുടെ കാര്യവും നമുക്ക് അങ്ങനെ മാറ്റിക്കളയാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറല്ല. ഒന്നാമത്തെ, നിങ്ങളുടെ ജോലി ഒരു സർവൈവൽ ജോബാണ് എങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം ഡെയിലി ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് മാറ്റിവെക്കാൻ എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യം അതനുസരിച്ച് നിങ്ങൾ മാറ്റിവെക്കുക. അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഇൻവോൾവ് ആവുന്നില്ല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മെന്റൽ ഹെൽത്ത് അതിന് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാനുള്ളതുകൊണ്ട് നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റാത്തതാണ്. അല്ലെ, നമുക്കതിനെ അത് ഡീൽ ചെയ്യാൻ പറ്റാത്തതാണ്. അല്ലാതെ ലാക്ക് ഓഫ് ഇൻവോൾവ്മെന്റ് നമ്മൾ മനഃപൂർവ്വം മാറ്റി വെക്കുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമ്മളെ തന്നെ ബ്ലെയിം ചെയ്യുന്ന ഒരു കാര്യം നിർത്തുക. രണ്ടാമത്തത്, കുട്ടികൾ ഇപ്പോഴും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാന്ന് പറഞ്ഞു. അപ്പൊ അവരെ മാനേജ് ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഇവർക്കൊരു റൂട്ടീൻ സെറ്റാക്കി എടുക്കുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം പറയുന്ന പോലെ പ്രാക്ടിക്കൽ ആണെന്ന് തോന്നുന്നില്ല. നമുക്ക് ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണ്. ഇപ്പൊ എൻ്റെ കുട്ടി കറക്റ്റായിട്ട് ഇരിക്കുന്ന കണക്ക് നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ ഇരിക്കണമെന്നില്ല. അപ്പൊ നമുക്ക് ഒരു റൂട്ടീൻ സെറ്റ് ചെയ്യുക. ഇവർക്ക് ഉറങ്ങുന്നതാണെങ്കിലും സ്നാക്ക് ടൈം ആണെങ്കിലും പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനായിട്ട് ക്രൂരതയാണ് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് തന്നെത്താനെ ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മുടെ ഒരു മെന്റൽ പീസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അവരെ പെർഫെക്റ്റ് കുട്ടികളാക്കുക എന്നുള്ളതല്ല. സ്റ്റിൽ അവരെ നമ്മൾ നോക്കണം. എങ്കിൽ പോലും കുറച്ചും കൂടെ ഈ പറയാറില്ലേ, ജോലിക്ക് പോകുന്ന അമ്മമാരുടെ കുട്ടികൾ കുറച്ചും കൂടെ കേപ്പബിൾ ആയിരിക്കും പല കാര്യങ്ങളും. എന്ന് വെച്ചാൽ അമ്മയ്ക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിള്ളേർ തന്നെ ചെയ്തു വരും. സെയിം വേ നമ്മൾ കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയണേ, ഞാൻ പണ്ട് വർക്ക് ചെയ്തിരുന്നപ്പോൾ കുഞ്ഞായിരുന്ന സമയത്ത് ഇവളിങ്ങനെ ഓടി നടക്കും. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലും ഇവളിങ്ങനെ ഓടി വന്ന് ലാപ്ടോപ്പിലൊക്കെ കയറി പിടിച്ച് ആകെ പ്രശ്നമാക്കും. അപ്പൊ എന്ത് ചെയ്യും, നമ്മുടെ കൺവെട്ടത്ത് ഇതിനെ കാണുവാൻ വേണം. ഇങ്ങനെ നിരങ്ങി ഓടിയൊക്കെ നടക്കുന്ന ഒരു പ്രായമാണ്. അപ്പം കുറച്ചും കൂടെ വലിയ പൊക്കത്തിലുള്ള മറ്റേ സ്വിമ്മിംഗ് പൂള് കിട്ടുമല്ലോ നമുക്ക് വാങ്ങിക്കാനായിട്ട്. നമ്മളെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിമ്മിംഗ് പൂൾ, അതിൽ ഒരു ഇച്ചിരി നീളമുള്ള നല്ല പൊക്കമുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ. അതിനകത്ത് വെള്ളം നിറയ്ക്കാനല്ല, അതിനകത്താണ് ടോയ്സും പിന്നെ കുറച്ച് ബുക്സും പിന്നെ അവൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും എല്ലാം ഇട്ടേച്ച് ഇവളെയും കൂടെ അതിനകത്ത് കയറ്റിയിരുത്തി. അവൾക്ക് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റത്തില്ല. അവൾ അതിനകത്ത് തന്നെ കിടന്ന് എന്തെങ്കിലുമൊക്കെ കളിച്ചും അവിടെ കിടന്നും ഒക്കെ നോക്കും. അപ്പൊ കുറെ കഴിയുമ്പോഴായിരിക്കും കരച്ചിൽ തുടങ്ങുന്നത്. അപ്പൊ അതുവരെ അതിനകത്ത് ഓക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ട്രിക്കുകൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടോയ്സിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ എക്യുപ്മെന്റ്സിലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഒരു വേ ആണ് നമുക്ക് കുട്ടികളെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ പ്രശ്നം എന്താണോ അതിന് ബേസ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇപ്പം എനിക്ക് കൊച്ചിനെ എടുക്കാൻ പാടാറുന്ന സമയത്ത് ഞാൻ അവൾക്ക് ഇപ്പൊ ഒത്തിരി ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എടുക്കാൻ പാടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ പ്രാം എന്നാണോ അതിന് പറയുന്നത്, മറ്റേ ഇങ്ങനെ കാരിയർ പോലെ, ബേബി കാരിയർ പോലെ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മൾ കൊണ്ടു നടക്കില്ലേ, അങ്ങനെയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതുപോലെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ അവൈലബിൾ ആണ്. ആമസോണിലൊക്കെ ഒന്ന് വെറുതെ തപ്പിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ 2 കുട്ടികൾ എന്ന് പറയുമ്പം ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കുട്ടികളെ ഒന്ന് മാനേജ് ചെയ്യണം. പിന്നെ നമ്മളുടെ പഠിക്കാനുള്ള ഒരു സമയം ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ടൈം ബൗണ്ടറി ഉണ്ടാവണം നമ്മുടെ ലൈഫിൽ, അല്ലേ? നമുക്കിപ്പോൾ ഓഫീസിലാണെങ്കിലും IT ജോബ് എന്ന് പറയുമ്പോൾ നെവർ എൻഡിങ് ആണ്. നമ്മൾ ഇന്നിപ്പോൾ രാവിലെ ഇരുന്നാൽ നാളെ രാവിലെ വരെ നമുക്ക് അങ്ങനെ തന്നെ ഇരിക്കാനുള്ള ജോലികളുണ്ടാവും. പക്ഷെ നമ്മൾ അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ മെന്റൽ ഹെൽത്തിനും നമ്മുടെ ലൈഫ് അത്യാവശ്യം നന്നായിട്ട് മുന്നോട്ട് പോകാനായിട്ടും നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റണം. കുട്ടികൾക്കായിട്ടൊരു ടൈം, വീട്ടിലെ കാര്യങ്ങൾക്കായിട്ടൊരു ടൈം, അതുപോലെ ഓഫീസിലേക്കും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം. അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെ ചേഞ്ച് ചെയ്യുക. അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് കയറിയാൽ പിറ്റേന്ന് രാവിലെ 8 മണി വരെ നമ്മൾ അവിടെ ഇരിക്കും. നമുക്ക് അങ്ങനെ ഒരു മെന്റലി നമ്മൾ അങ്ങനെ പ്രിപ്പയർഡ് അല്ലെങ്കിൽ നമ്മൾ ഇതിനിടയ്ക്ക്, അതായത് ഇത് രണ്ടും കൂടെ മിക്സ് ആയി പോകും. നമുക്ക് ആ പ്രൊഫഷണൽ ലൈഫും ഫാമിലി ലൈഫും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് തന്നെ കൊണ്ടുപോകണം. പറയാൻ എളുപ്പമാണെങ്കിലും പ്രാക്ടിക്കൽ ആകാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്യാം, ഇങ്ങനെ ചെയ്യാൻ പറ്റണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് സെറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പ്രൊഫഷണൽ ലൈഫിന്റെ കാര്യം പറഞ്ഞു, കുട്ടികൾക്കൊരു റൂട്ടീൻ സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, ഇത് തമ്മിലുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി കമ്മിങ് ടു വീട്ടിലെ ജോലികൾ. അത് നിങ്ങൾ രണ്ടുപേരും കൂടെ, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും കൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനകത്തുള്ളത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും രീതികൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എന്നോട് പറയുവാണെങ്കിൽ ഞാൻ പറയും, നമ്മൾ ഒരുമിച്ചൊരു ടൈം സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ബൾക്കായിട്ട് കുക്ക് ചെയ്യുമോ അല്ലെങ്കിൽ കട്ട് വെജിറ്റബിൾസ് മേടിക്കുമോ, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കുക്കിങ്ങിലേക്ക്, അതായത് കുക്കിങ്ങിനെക്കാട്ടും നമുക്ക് പാട് ക്ലീനിങ്ങാണ്. അപ്പം കുക്കിങ്ങും ക്ലീനിങ്ങും ഒരു
ഒറ്റയടിക്ക് പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ മീൽ പ്രിപ്പ് ചെയ്യോ, കട്ട് വെജിറ്റബിൾസ് മേടിക്കുകയോ, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അല്ലാണ്ടുള്ള സർവീസസ് ഉണ്ട് അത് ചെയ്യുക, അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ. അപ്പം എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷൻ നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ട് ഇപ്പം എനിക്കറിയാവുന്നൊരു ടീച്ചറുണ്ട്, എറണാകുളത്താണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒത്തിരി മാത്സ് ടീച്ചറാണ്, ട്യൂഷനാണ് എടുക്കുന്നത്. പക്ഷെ പുള്ളിക്കാരിക്ക് ഒത്തിരി വർക്കുള്ളപ്പം പുള്ളിക്കാരി സാധാരണ ചെയ്യുന്നതാണ്. ഇപ്പോൾ 2 കുട്ടികളുണ്ട്, ഹസ്ബൻഡുണ്ട്. പുള്ളിക്കാരിക്ക് കുക്ക് ചെയ്യാനും കൂടെ പറ്റാത്ത ഒരു സമയത്ത് പുള്ളിക്കാരി അടുത്ത് ഹയർ ചെയ്യും. അതായത് നമുക്ക് 3 times മീൽ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, എറണാകുളത്തൊക്കെ ഉണ്ട്, ഇവിടെ ട്രിവാൻഡ്രത്തും ഉണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 3 പ്രാവശ്യത്തേക്കുള്ള മീൽ അവർ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് സബ്സ്ക്രിപ്ഷൻ മോഡ് എടുക്കാം, ഒരാഴ്ചത്തേക്ക്, ഒരു മാസത്തേക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളിക്കാരി ഭയങ്കര ഹൈ ആയിട്ട് പരീക്ഷയൊക്കെ എടുക്കുന്ന സമയത്ത്, ട്യൂഷൻ കുറച്ച് എക്സ്ട്രാ വർക്കൊക്കെ ചെയ്യേണ്ട സമയത്ത് പുള്ളിക്കാരി അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാവുന്നതാണ്. നമുക്ക് എവിടെയാണ് നമുക്ക് കാര്യങ്ങൾ നമ്മുടെ തലയിൽ കുറച്ച്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബ്രീത്തിങ് സ്പേസ് കിട്ടുന്ന രീതിയിൽ എന്താണ് പ്രയോറിറ്റി, നമ്മുടെ ജോലി, ഇപ്പൊ ജോലി ചെയ്തിട്ട് നമ്മൾ വീട്ടിലെ ജോലിയും ചെയ്ത് തളരുന്നതിനെക്കാട്ടിലും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സർവീസസ് ഹയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ബൾക്ക് കുക്കിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക. പിന്നെ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത് ഭയങ്കര പക്ക പെർഫെക്റ്റ് ആയിട്ട് ഈ 2 കുട്ടികളെയും വെച്ച് ജോലിയും കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് വീട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമായിട്ടെടുത്ത് തലയിൽ വെക്കരുത്. വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കുക, ആവശ്യത്തിന് ബാസ്ക്കറ്റ്സ് ഒക്കെ വെച്ച് കാര്യങ്ങൾ മാനേജ് ചെയ്യുക, മെസ്സാക്കി കിടക്കാതിരിക്കുക എന്നുള്ളത് ഇനഫ്. അതായത് ഒരു മെയിൻറ്റെയിൻ ചെയ്താൽ മതി, അതാണ് ഇനഫ്. അല്ലാതെ പക്ക പെർഫെക്റ്റ് അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ഭയങ്കര ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടിരിക്കണം എന്നുള്ളൊരു വാശി പിടിക്കാതിരിക്കുക. കുറെ കാര്യങ്ങളിൽ നമ്മൾ ഇതിനകത്തൊക്കെ വിട്ടുവീഴ്ച ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഒന്ന് ചുരുക്കി പറയുവാണെങ്കിൽ നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ പ്രൊഫഷണൽ ലൈഫ് ആൻഡ് പേഴ്സണൽ ലൈഫ്, അതുപോലെ കുട്ടികൾക്കുള്ള സമയം, നമ്മൾ ഗ്രോത്തിനുള്ള സമയം, നമ്മൾ പഠിക്കാനുള്ള സമയം, ഇതിനൊക്കെ ഒരു ടൈം സെറ്റ് ചെയ്യുക. ഇപ്പം എല്ലാ ദിവസവും ഇതിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയി ടൈം സെറ്റ് ചെയ്യണമെന്നില്ല. വീക്കെൻഡിൽ നമുക്ക് പഠിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നില്ല ഈ 5 വയസ്സിന് താഴെയുള്ള 2 കുട്ടികളെയും വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു ഗ്രോത്ത് നമുക്ക് പോസിബിൾ ആണെന്നുള്ളത്. നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ബേൺ ഔട്ട് ഇല്ലാതെ നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, അതായത് നമ്മുടെ ജോലി പോകരുത് എന്നാൽ ബേൺ ഔട്ടും സംഭവിക്കരുത്, ആ ഒരു രീതിയിലൊന്ന് ഒരു സ്റ്റെബിലിറ്റിക്കാണ് നമ്മൾ എയിം ചെയ്യേണ്ടത്. നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്ന സംഭവം കുട്ടികളെയും വെച്ചിട്ട് ഇത്രയും അധികം കാര്യങ്ങൾ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനുള്ള സ്പേസ്, അല്ലെങ്കിൽ ഒരു ബ്രീത്തിങ് സ്പേസ് ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പ് വേണം. സോ നമുക്ക് എന്താണോ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്താണോ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്താണ് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നത്, അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ബൗണ്ടറി സെറ്റ് ചെയ്യുക. കുട്ടികളെ പറ്റുമെങ്കിൽ നമുക്ക് റൂട്ടീൻ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അവർക്ക് അവരുടെ കാര്യങ്ങൾ എന്തെങ്കിലും തന്നെ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, അവർ തന്നെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ 2 പേരും കൂടെ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ സബ്സ്ക്രിപ്ഷൻസ് എടുക്കണോ, അല്ലെങ്കിൽ കട്ട് വെജിറ്റബിൾസ് നോക്കണോ, അല്ലെങ്കിൽ ബൾക്ക് കുക്കിംഗ് ആണോ നോക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ക്ലീനിങ്ങിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു സ്പോട്ട്ലെസ് ക്ലീനിങ്ങിനെ എയിം ചെയ്യാണ്ട്, അത്യാവശ്യം മെസ്സില്ലാണ്ട്, നമുക്ക് ബാസ്ക്കറ്റ്സ് ഒക്കെ വെച്ച് ക്ലട്ടർ ഫ്രീ ആക്കി, ഒരു വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കി, നമുക്ക് എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ നമ്മുടെ ലോണ്ടറിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെ അതിനൊക്കെ നമുക്ക് ഇതിനെല്ലാം റൂട്ടീൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാലും നമ്മൾ ബേൺ ഔട്ട് ആയി പോകും. ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ബേൺ ഔട്ട് ആവും. സോ നമ്മൾ ബേൺ ഔട്ട് ആവാണ്ട് എന്തിനാണ് നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? കുട്ടികളുടെ കാര്യം ഓഫ് കോഴ്സ് പ്രയോറിറ്റി ആണ്. രണ്ടാമത്തത് ജോലി, അതും പ്രയോറിറ്റിയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ മറ്റേ സർവൈവൽ സംഭവങ്ങൾ നമുക്കിപ്പം ഡീൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ശരിക്കും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങളിൽ എന്താണ് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നത്, അവിടെ എന്ത് കോംപ്രമൈസ് ആണ് വരുത്താൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് നോക്കാം. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഇതെല്ലാം കൊണ്ട് ഓവർവെൽംഡ് ആണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഗിൽറ്റ് മോഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്യരുത്. അവരുടെ കേപ്പബിലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും, അവരുടെ വർക്ക് ലോഡ് ഡിഫറെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അവരുടെ സാഹചര്യം ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങളുടെ സാഹചര്യം വെച്ചിട്ട് വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ ഗിൽറ്റ് അടിച്ച് പണ്ടാരടങ്ങരുത്. സോ നിങ്ങൾക്ക് തന്നെ ഒരു റിവാർഡ് കൊടുക്കുക. നിങ്ങൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇത്രയൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ തന്നെ ഇരുന്നൊന്ന് ചിന്തിച്ച് കുറച്ച് പ്രയോറിറ്റീസ് ഒക്കെ സെറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് നല്ല സുന്ദരമായിട്ട് പോട്ടെ എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം നമ്മളും എൻ്റെ ലൈഫിൽ ഞാനും ട്രൈ ചെയ്തിട്ടുള്ള കാര്യമാണ്. അത് നമ്മുടെ ഹെൽത്തും, മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും എല്ലാം ഇതിനകത്ത് ഫാക്ടറാണ്.
നമുക്കങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ഇതെല്ലാം ചെയ്യാനായിട്ട് പറ്റില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്, കുറേ കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനകത്തൊരു മൈൻഡ് സെറ്റും കൂടെ ഉണ്ട്, ഒരു സൈക്കോളജിയും കൂടി ഉണ്ട്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ബാക്കിയുള്ളവരെ കാണിക്കാനായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഇപ്പം വീട് ക്ലീൻ ആയിരിക്കുക എന്നുള്ളത് തുടങ്ങിയിട്ട്, അല്ലെ നമ്മൾ എന്ത് ഫുഡ് കഴിക്കുന്നു, അല്ലെ ഫുഡ് നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്യുന്നത്, ഇതൊക്കെ പുറമേ നിന്ന് ഒരാളുടെ ജഡ്ജ്മെന്റും കൂടെ നമ്മുടെ മനസ്സിലേക്ക് എടുക്കുമ്പോഴാണ് നമുക്കത് സെറ്റാക്കി കൊണ്ടുപോകാൻ പറ്റാതെ വരുന്നത്. സോ ഇപ്പൊ പുറമേ നിന്നുള്ള ഒരു ഹെൽപ്പ് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അവരുടെ വാക്ക് നമ്മളിപ്പോൾ കേൾക്കാൻ നിൽക്കണ്ട എന്നുള്ളതാണ്. നമുക്കിപ്പോൾ എന്താണോ കറക്റ്റ്, നമുക്കിപ്പോൾ എന്താണോ ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നത്, നമുക്കിപ്പോൾ എന്താണോ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്, അതിനെ ബേസ് ചെയ്ത് മാത്രം മുന്നോട്ട് പോവുക. ഗിൽറ്റ് അടിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓരോരുത്തരുടെ സാഹചര്യം ഡിഫറെൻ്റ് ആണ്. ഇതൊരു ഫേസ് ആണ്, ഈ ഒരു ഫേസ് കടന്നു പോകും. ഈ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെയും വെച്ചിട്ടുള്ള ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറയുന്നത് അത് കടന്നു പോകാൻ തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുട്ടികൾക്ക് എന്താണ് മാക്സിമം നന്നായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, കുട്ടികളെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ല എന്നൊരു ഗിൽറ്റും ഇതിനകത്ത് ഉണ്ടാവും. പക്ഷെ ഇതെല്ലാം ഒരു ഫേസ് ആണ്. അവർക്കും ഇതൊക്കെ മനസ്സിലായി തന്നെ മുന്നോട്ട് പോട്ടെ. നമ്മൾ ഗിൽറ്റ് അടിക്കാതിരിക്കുക, നമ്മുടെ ഒരു മെന്റൽ പീസ് അത് അങ്ങനെ തന്നെ നിലനിർത്തി അതിന് നമുക്ക് എന്ത് ആണ് പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റുന്നത്, എന്താണ് നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കി മുന്നോട്ട് പോവാം. നിങ്ങൾക്ക് കാര്യങ്ങൾ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് കരുതുന്നു. എനിക്കറിയില്ല എൻ്റെ ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഈ ഫേസിൽ കൂടെ പോയ ആൾ തന്നെയാണ് ഞാൻ. നമുക്കിത് പലരും പറയുമ്പം ഓക്കെ ആണെന്ന് തോന്നുമെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് പാടാണ്. അത് നമ്മൾ തന്നെ ഇരുന്ന് ഫിഗർ ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്രേ ഉള്ളൂ. ഐ എം ഹാപ്പി ഫോർ ദ ക്വസ്റ്റ്യൻ.